നമസ്കാരം. പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്താനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ സാധ്യതാ പട്ടികയിൽ 3 പേരുകൾ മാത്രം. മുൻ UDF കൺവീനറും MP-യുമായ ബെന്നി ബെഹനാൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും MP-യുമായ ഷാഫി പറമ്പിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റും MLA-യുമായ മാത്യു കുഴൽനാടൻ എന്നിവരാണ് മുന്നിലുള്ളത്. തന്റെ 2 അടുത്ത അനുയായികളായ ഷാഫിയും കുഴൽനാടനും സാധ്യതാ പട്ടികയിലുള്ളതിനാൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ് അദ്ദേഹം. അതേസമയം പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ മുഖ്യമന്ത്രി VD സതീശന്റെ അഭിപ്രായം നിർണായകമാകും. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെയും മതസംഘടനകളുടെയും പിന്തുണയുണ്ടായിരുന്നിട്ടും കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എന്നീ 3 മുതിർന്ന കോൺഗ്രസ് MP-മാർ മത്സര രംഗത്തുനിന്ന് പുറത്തായി. ലോക്സഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പായ കൊടിക്കുന്നിലിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും സതീഷിന്റെയും പിന്തുണയുണ്ടായിരുന്നു. ആന്റോ ആന്റണിക്ക് പ്രിയങ്ക ഗാന്ധിയുടെയും UDF കൺവീനർ അടൂർ പ്രകാശിന് ശിവഗിരി മഠത്തിന്റെയും പിന്തുണയുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ തവണ സണ്ണി ജോസഫിനോടാണ് ആന്റോ ആന്റണി പരാജയപ്പെട്ടത്. എല്ലാ സ്ഥാനാർത്ഥികളും ഡൽഹിയിലെത്തി മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സന്ദർശിക്കുന്നുണ്ട്. സംഘടനയിൽ അഴിച്ചുപണി നടത്തുന്നതിന്റെ ഭാഗമായി പുതിയ സർക്കാരും പാർട്ടിയും തമ്മിൽ മികച്ച ഏകോപനം ലക്ഷ്യമിട്ടാണ് പുതിയ നിയമനം. KPCC അധ്യക്ഷനായുള്ള അന്തിമ തീരുമാനം മുഖ്യമന്ത്രി VD സതീശനുമായി ആലോചിച്ച് ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. മന്ത്രിസഭയിൽ അംഗമായതിനെ തുടർന്ന് നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്ഥാനം ഒഴിയാൻ സന്നദ്ധ അറിയിച്ചതോടെയാണ് പുതിയ അധ്യക്ഷനായുള്ള അന്വേഷണം ആരംഭിച്ചത്. പരിഗണനയിലുള്ള നേതാക്കളിൽ UDF മുൻ കൺവീനർ എന്ന നിലയിലും മുന്നണി ഏകോപനം ഭംഗിയായി നിർവഹിച്ചതിലും ബെന്നി ബെഹനാന് വലിയ സംഘടനാ പരിചയമുണ്ട്. എല്ലാ വിഭാഗം നേതാക്കളുടെയും വിശ്വാസ്യത ആർജിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മിക്ക മന്ത്രിമാരും ആദ്യമായി മന്ത്രിമാരായതാണ് എന്നിരിക്കെ സർക്കാരുമായി കാര്യക്ഷമമായി ഏകോപനം നടത്തുവാൻ പരിചയസമ്പന്നനായ ഒരാളായിരിക്കും നല്ലതെന്ന് ചില മുതിർന്ന നേതാക്കൾ കരുതുന്നുണ്ട്. പാർട്ടിക്കുള്ളിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ ജനപ്രീതിയുള്ള ഷാഫി പറമ്പിലും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. രാഹുൽ ഗാന്ധിയുമായുള്ള മാത്യു കുഴൽനാടന്റെ അടുപ്പവും അനുകൂല ഘടകമായി കണക്കാക്കപ്പെടുന്നു. എങ്കിലും ഇരുവരുടെയും താരതമ്യേനയുള്ള ചെറുപ്രായം അവർക്ക് അനുകൂലമോ പ്രതികൂലമോ ആയി മാറാം. അതേസമയം കോൺഗ്രസിലെ സഭാ വികാസങ്ങൾ ശക്തമായ സ്വാധീനമുള്ള കാത്തോലിക്ക സഭയും നിരീക്ഷിച്ചു വരികയാണ്. സഭ ശക്തമായി നിലപാട് എടുത്തതിനെ തുടർന്നാണ് സണ്ണി ജോസഫിന് മുൻപ് KPCC അധ്യക്ഷനായി നിയമിച്ചത്.